കൊച്ചി നഗരസഭ 18ാം ഡിവിഷൻ കൗൺസിലറായ അഡ്വക്കേറ്റ് അശ്വതി വത്സന്റെ നേതൃത്വത്തിൽ ഡിവിഷനിലെ സജിത് കൃഷ്ണപ്രിയ ദമ്പതികളുടെ ഇരട്ട കുട്ടികൾ സുമിത് തുടങ്ങിയവരുടെ ചികിത്സയ്ക്ക് വേണ്ടി ലുങ്കി ചലഞ്ചിലൂടെ സമാഹരിച്ച 5,50,604 രൂപ വരുന്ന ചികിത്സാ സഹായ ഫണ്ട് വിതരണം കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ നിർവഹിച്ചു. സജിത് കൃഷ്ണപ്രിയ ദമ്പതികളുടെ കുട്ടികൾക്ക് മറ്റു വിധത്തിൽ 40 ലക്ഷത്തിലധികം രൂപ ചികിത്സാ സഹായമായി ലഭ്യമായതിനാലും കുട്ടികളുടെ അവസ്ഥ മെച്ചപ്പെട്ടതിനാലും അവർക്ക് നൽകിയ ഫണ്ട് ശ്രീ സജിത് വേദിയിൽ വെച്ച് തന്നെ ഇപ്പോഴും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സുമിത്തിന്റെ പിതാവിന് കൈമാറി. ആദ്യമായി അതിന് ധൈര്യപൂർവ്വം മുന്നിൽ നിന്ന് പ്രവർത്തിച്ച അശ്വതി വത്സനെ ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. അശ്വതിക്ക് ഒരു സംശയം എല്ലാവർക്കും ഒരു പിന്തുണ ഉണ്ടെങ്കിൽ അസോസിയേഷന്റെയും എല്ലാവരുടെയും പിന്തുണ ഉണ്ടെങ്കിൽ പല കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞത്. അതെല്ലാം സ്വാഭാവികമായി തന്നെ വരും എന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ ഇടയ്ക്ക് അശ്വതിയോടൊക്കെ തന്നെ പറയുന്ന കാര്യങ്ങളാണ്. ഒരു കൗൺസിലിന്റെ ടേം എന്ന് പറയുന്നത് 5 കൊല്ലമാണ്. കൗൺസിലർമാർക്ക് പൊതുവായി വരുന്ന പ്രശ്നം ഓരോ കൊല്ലവും ഓരോ മാസം കഴിയുമ്പോഴത്തേക്കും ടെൻഷനാണ്. എനിക്കൊക്കെ എൻ്റെ കാര്യങ്ങളാണ്. നമ്മൾ നിരന്തരമായ ജാഗ്രതയോടുകൂടി ചില കാര്യങ്ങൾ ഏറ്റെടുക്കണമെന്ന് തീരുമാനിച്ച് ഏറ്റെടുത്താൽ ചില കാര്യങ്ങൾ 2 കൊല്ലം കഴിയുമ്പോൾ നടക്കും, ചിലത് 3 കൊല്ലം കഴിയുമ്പോൾ നടക്കും, ചിലത് 5 കൊല്ലം കഴിയുമ്പോഴത്തേക്കും നടക്കും. അപ്പൊ അത് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. നമുക്ക് രാഷ്ട്രീയം പറയുന്ന സമയത്ത് പറയാം, പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രവർത്തിക്കാം. പക്ഷെ ഇതുപോലെയുള്ള പൊതു കാര്യങ്ങളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഒരുമിച്ച് നിന്ന് നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കാൻ നമുക്ക് കഴിയും. ഞാൻ പൂർത്തീകരിക്കുന്ന ഡിവിഷനിൽ ഞങ്ങൾ അവരോടെല്ലാം പറഞ്ഞ കാര്യം 20ാം ഡിവിഷനിൽ നമ്മൾ കൂടിയാലോചന നടത്തുമ്പോൾ മറ്റ് പ്രവൃത്തിയിലും മറ്റ് ഡിവിഷനുകാരും സഹകരിക്കാൻ ഒരു വലിയ ടാർഗറ്റ് ലക്ഷ്യം നമ്മൾ നേടിക്കഴിഞ്ഞു. അവരുടെ ചികിത്സ തുക സമാഹരിച്ചു. ഞങ്ങളെല്ലാം അവരെല്ലാവരും പറഞ്ഞാലും സ്വാഭാവികമായും നമ്മളെ സഹായിച്ച ആളുകളെ ഇതുപോലെയൊരു ഘട്ടത്തിൽ നമ്മളും തിരിച്ച് സഹായിക്കണം എന്നാണ്. കോവിഡിന് ശേഷം നമ്മൾ സാധാരണയായി കേട്ടുവരുന്ന ഒരു ശാരീരിക പ്രതിസന്ധിയുണ്ട്. നമ്മളെല്ലാവരും തന്നെ അത് ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അനുഭവിച്ചു വരുന്നവരാണ്. പണ്ട് നമുക്കൊരു ചുമ വരുന്ന കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് മരുന്ന് കഴിച്ച് മാറുന്നത് പോലെയല്ല ഇന്ന് നമ്മുടെ സാഹചര്യം. 3-4 മാസങ്ങളോളം സാധാരണ ജലദോഷവും ചുമയാണെങ്കിലും ഇന്ന് അതിൻ്റെ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ആരോഗ്യ മേഖലയിൽ തന്നെ വളരെയധികം പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. ജീവൻ രക്ഷിക്കപ്പെട്ടു. നമ്മളിവിടെയൊക്കെ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും അത്രയേറെ ആരോഗ്യമുള്ളവരായിട്ടല്ല നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 35 വയസ്സ് 36 വയസ്സ് പൂർത്തിയാവാത്ത സുമിത് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരു ദിവസം രാത്രി വേറെ ശാരീരിക പ്രയാസങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഉറങ്ങാൻ വേണ്ടി പോയി കിടന്നതാണ്. വലിയൊരു ശബ്ദം കേട്ട് അദ്ദേഹത്തിന്റെ വൈഫ് ഉണർന്ന് നോക്കുമ്പോൾ അബോധാവസ്ഥയിൽ കിടക്കുന്ന സുമിത്തിനെയാണ് കാണുന്നത്. ഉടനെ തന്നെ നമ്മുടെ അടുത്തുള്ള ഫാത്തിമ ആശുപത്രിയിൽ എത്തിക്കുകയും പ്രാഥമികമായ ചികിത്സ അവിടെ ലഭ്യമാക്കി മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തതുകൊണ്ട് വീട്ടുകാരുടെ ഒരു അമിതമായ ഒരു ആത്മവിശ്വാസം, അവരാ പ്രതിസന്ധി ഘട്ടത്തിൽ എങ്ങനെയും മുന്നോട്ട് ഞങ്ങൾ പോകും, പണമില്ല, സാധാരണക്കാരാണ്, സാമ്പത്തികമായ പ്രതിസന്ധിയുണ്ട്, സുമിതിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്, എന്നിരുന്നാൽ തന്നെയും ഞങ്ങളുടെ മകന്റെ ജീവൻ ഞങ്ങൾക്ക് ജീവനുള്ളിടത്തോളം വരെ തിരിച്ചു കിട്ടാൻ വേണ്ടി പോരാടുമെന്ന് വിചാരിച്ച അതിനുവേണ്ടി പൊരുത്തിയ സുമിതിന്റെ അച്ഛനും അമ്മയും ഭാര്യയും ഉൾപ്പെടെയുള്ള കുടുംബം, അതിനോട് കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന ഈ സമിതിയുടെ കോർഡിനേറ്ററായിട്ടുള്ള അഫ്സൽ ഉൾപ്പെടെയുള്ള ആളുകൾ, പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ, അങ്ങനെ എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായി നമ്മളെല്ലാവരും ചെറിയ ചെറിയ സാമ്പത്തിക സഹായങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ ചെയ്തു സുമിത്തിനെ ഒന്ന് രക്ഷിക്കാൻ. ചടങ്ങിൽ വെച്ച് പുതുമുഖ സിനിമാ താരം മീന രാജിന് 18ാം ഡിവിഷന്റെ സ്നേഹാദരവ് നൽകി. അഡ്വക്കേറ്റ് PS വിജു, പ്രേംകുമാർ, എഡ്രാക് പള്ളുരുത്തി മേഖലാ കമ്മിറ്റി ഭാരവാഹികളായ IP രവി, AA ജോർജ്, ബേസിൽ മൈലന്തറ, PR വിജയൻ, CR ബിജു, ADS ചെയർപേഴ്സൺമാരായ ശ്രീമതി നസീറ നൌഷാദ്, രജനി വിനായകൻ, പ്രസന്ന പ്രദീപ് എന്നിവരും ഹരിതകർമ്മ സേനാംഗങ്ങളും പങ്കെടുത്തു. ട്രഷറർ MS ഷൈൻ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിക്കുകയും കൺവീനർ MS സ്വരാജ് സ്വാഗതവും കോർഡിനേറ്റർ KA അഫ്സൽ നന്ദിയും പറഞ്ഞു. മറ്റൊരു വാർത്തയുമായി കാണാം. റിഡ്ജൻ റബല്ലോ, ലൈഫ് കൊച്ചി ന്യൂസ്, കൊച്ചി.